ukurannya. Hey, lihat. Wow. 4 meter ada ya? Oh iya. Awas kan. Hai. Orang dibantu. Bantuin dulu ya. Oh, apa? Diri itu. Jatuhin apa? Kepala tadi. Udah itu. Di sini udah lama ya teman-teman. Udah langsung. Gue bilang apa? വണക്കം നമസ്കാരം സസ്യക്കൾ, ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ. ഇപ്പൊ ഈ കാണുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരാള് ഇങ്ങനെ പാമ്പിനെ എടുത്തിട്ട് കാണുന്നു. പാമ്പ് ആ പാമ്പ് പറയുന്നതാണ്, ഞാൻ കാട്ടിലെ പാമ്പുകളുടെ രാജാവാണെന്ന് അയാളോടൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്നുള്ളത്. പക്ഷെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാമ്പിനെ ശരിക്കും റെസ്ക്യൂ ചെയ്യുക ചെയ്തത്. പാമ്പ് തോല് ഉരിക്കാൻ കഷ്ടം. അതായത് നമ്മുടെ ശരീരത്തിന്റെ സ്കിൻ അതിനോളം തന്നെ കട്ടിയുള്ളതാണ് ഈ പാമ്പുകളുടെ സ്കിന്നും. അത് തോലുരിച്ച് കഴിയുമ്പോൾ സ്വയം ഉരിക്കാൻ ഒരുപാട് വേദന സഹിക്കണമെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. നമ്മള് ഒരു പ്രഗ്നന്റ് ആയിട്ട് ലേഡി ഡെലിവറിയുടെ സമയത്ത് അനുഭവിക്കുന്ന അതേ വേദന തന്നെയാണ് ഈ തോലുരിക്കുമ്പോഴെന്നാണ് അറിയുന്നത്. ആ പുള്ളി തോലുരിക്കുന്ന സമയത്താണ് ഇയാൾ റെസ്ക്യൂ ചെയ്യണത്. ഇദ്ദേഹം വളരെ കാമങ്കയായി ഇതിനെ ഹെൽപ്പ് ചെയ്തപ്പോ പാമ്പുകൾക്കും ബുദ്ധിയുണ്ടോ എന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല. പക്ഷെ കാണാൻ പറ്റുമെന്നുള്ളതും ഒരു ത്രികോണാകൃതിയിൽ കാണാൻ പറ്റുമെന്നും ആണെന്നാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത്. പക്ഷെ പുള്ളി അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ള സ്നേഹപ്രകാരമാണ് അത് കൊത്താതിരിക്കുന്നത്. മൃഗങ്ങൾക്കും സ്നേഹമുണ്ട്. ഇത് ഉരകവർഗങ്ങളായിരുന്നാലും ചെറിയ ചെറിയ ഇതാണെങ്കിലും വളരെ ലവ് ഉണ്ട്. അത് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണത്. അല്ല, എല്ലാവരും അത് കോമഡി ആയിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല, ആ സ്നേഹമാണ് അത് കാണിക്കുന്നത്. അതിന്റെ ഫുൾ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട്. ഒരു തായ്ലൻഡിൽ നടക്കുന്ന സംഭവമാണ്, തായ്വാനിൽ നടക്കുന്ന സംഭവമാണ്, അവരുടെ ഫോറസ്റ്റുകളിൽ നടക്കുന്ന സംഭവമാണത്. ശരിക്കും ഒന്ന് കണ്ടു നോക്കൂ. ഇരുത്തി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കോമഡി അങ്ങോട്ട് മാറും. പക്ഷെ കോമഡി ആയിട്ട് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് അത് അങ്ങനെ ചിത്രീകരിച്ചേക്കുന്നത്. നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ സൈനിങ് ഓഫ്.